രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്, കറിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പുട്ടുപൊടി ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പുട്ടിനെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതിന് വേണ്ടിയിട്ട് നനച്ചെടുക്കേണ്ടത്. അപ്പോൾ ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാനിതാ ഒരു സ്റ്റൗവിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ, കരിഞ്ഞൊന്നും പോകരുത്. വഴറ്റി ഈ ഒരു കളറായിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ഇല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച മുളകാണ് കേട്ടോ, ചില്ലി ഫ്ലെക്സ്, അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഈ ഒരു നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളീൻ്റെ മസാല ഉണ്ടല്ലോ, അത് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള ഒരു പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ പുട്ടുപൊടിക്ക് നനച്ചെടുത്തത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലുള്ളൂ ഈ ഒരു പൊടിയിൽ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ ഇതുപോലൊരു ചിരട്ടപ്പുട്ട് മേക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ നിർബന്ധമല്ല ഈ ഒരു മുകളിൽ ഇട്ട് കൊടുക്കണം എന്നുള്ളത്, കാരണം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ അതിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എന്തായാലും കുറച്ച് തേങ്ങ ഇതിൻ്റെ മുകളിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുക്കറിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അത് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉള്ളിപ്പുട്ട് റെഡിയായി. സാധാരണ പുട്ടുകുറ്റിയിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്